ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നും പതിവ് പോലെ ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്തി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. രാവിലെ കാപ്പിയൊക്കെ ഉണ്ടാക്കി, അതിനുശേഷം ഉച്ചക്കലത്തെ പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട്. ഇന്ന് പൗർണമിയാണ്, തിങ്കളാഴ്ചയാണ്. അപ്പം എനിക്ക് രാവിലെ എല്ലാവർക്കും ഉണ്ടാക്കിയൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ ശിവക്ഷേത്രത്തിൽ പോകാനിരിക്കുകയാണ്. പോയില്ല, എല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം പോകുന്നതിന് മുമ്പ് വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചെടുത്തതാണ്. ഇന്ന് ശിവക്ഷേത്രത്തിൽ പോകുന്നുണ്ട്. പിന്നെ വൈകുന്നേരം ലക്ഷ്മി പൂജയും ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇന്ന് പറയുന്നത് നമ്മുടെ അമ്മമാരെക്കുറിച്ചാണ് കേട്ടോ. ഒരാൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവരുടെ ജീവിതത്തിൽ എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് ഒരു അമ്മയായിരിക്കും. അമ്മയെപ്പോലെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വേറെ ആരും തന്നെ ഉണ്ടാവില്ല. നമുക്കത് ഒരു പെൺകുട്ടിയായ എനിക്കത് മനസ്സിലായത് ഞാനൊരമ്മയായതിന് ശേഷമാണ്. അമ്മയായതിനു ശേഷവും പിന്നെയും കുറച്ച് നാൾ കഴിഞ്ഞാണ് അമ്മയുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരുപാട് നമ്മൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് അമ്മ. ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ അവൾക്ക് എപ്പോഴും സപ്പോർട്ടും സ്നേഹവും സഹായവും എല്ലാം ചെയ്തുകൊണ്ട് കൂടെ ഉണ്ടായിരിക്കുന്നത് അവളുടെ ഭർത്താവ് മാത്രമായിരിക്കും. പക്ഷേ എങ്കിൽ പോലും അവളുടെ ഭർത്താവിന് വേണ്ടിയല്ല അവൾ കൂടുതലും പ്രാർത്ഥിക്കുന്നത്, അവളുടെ മക്കൾക്ക് വേണ്ടി തന്നെ ആയിരിക്കും. എൻ്റെ അനുഭവം കൊണ്ട് എനിക്കത് അറിയാവുന്നതാണ്. എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്. എന്നെ സഹായിച്ചും എന്നെ സ്നേഹിച്ചും എപ്പോഴും കൂടെ തന്നെയുണ്ട്. എങ്കിലും ഞാൻ അദ്ദേഹത്തിന് വേണ്ടിയല്ല കൂടുതലും പ്രാർത്ഥിക്കുന്നത്, എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ്. നമ്മൾ ഒരിക്കലും നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ലല്ലോ സ്ത്രീകൾ. അമ്മമാർ മക്കൾക്ക് വേണ്ടിയും ഭർത്താക്കന്മാർക്ക് വേണ്ടിയൊക്കെയല്ലേ കൂടുതലും പ്രാർത്ഥിക്കുന്നത്. അപ്പം ഞാൻ എപ്പോഴും ആലോചിക്കുന്ന അമ്മയുടെ കാര്യമാണ്. അവർ എല്ലാ സമയവും നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, പൂജകൾ ചെയ്യാറുണ്ട്, വഴിപാടുകൾ അമ്പലങ്ങളിലൊക്കെ പോയാൽ എല്ലാവർക്കും വേണ്ടി വഴിപാട് ചെയ്യാറുണ്ട്. പക്ഷേ സ്വന്തം പേരിൽ ഒരു അർച്ചനയോ വഴിപാടോ നടത്തിയതായിട്ട് അറിയില്ല. അപ്പം അവർക്ക് വേണ്ടി നമ്മളല്ലേ പ്രാർത്ഥിക്കേണ്ടത്. ഇപ്പം ഞാൻ ആലോചിക്കുകയാണ് അമ്മയ്ക്ക് വേണ്ടി. അവർ സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു തോന്നൽ നമ്മൾ അവരെ അത്ര കെയർ ചെയ്യാറില്ല. പക്ഷേ ആ സമയം തൊട്ടേ, ഒരു പരിധി ആകുമ്പം തൊട്ടേ നമ്മൾ അവരെ കെയർ ചെയ്യുകയും സംരക്ഷിക്കുകയും കരുതൽ കൊടുക്കുകയൊക്കെ വേണമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഇപ്പോൾ എനിക്കങ്ങനെ തോന്നുന്നുണ്ട്. എൻ്റെ അമ്മയെ എനിക്ക് കൂടെ നിർത്തി സംരക്ഷിക്കണമെന്നുണ്ട്. അപ്പം അതിനുള്ള സാഹചര്യം ഇല്ലാത്ത കാരണം എപ്പോഴും മനസ്സിന് ഭയങ്കര വിഷമമാണ്. അപ്പം കഴിയുന്നവരെല്ലാം അമ്മമാരെ സംരക്ഷിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർ കൂടെ നിർത്തി സംരക്ഷിക്കുക. അവർ നമ്മുടെ ദൈവമാണ്, കാണപ്പെട്ട ദൈവമാണ് അമ്മ.